Hi everyone. നമ്മൾ ഇന്ന് സെക്കൻഡ് സം MSc മാത്തമാറ്റിക്സിന്റെ റിയൽ അനാലിസിസ് മെഷർ തിയറി എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. പ്രൊപ്പോസിഷൻ 9. Let Fn be a sequence of measurable function on E that converges point-wise almost everywhere on E to the function f. അപ്പോൾ Fn എന്നുള്ള സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ് E എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. That converges point-wise almost everywhere on E to F. അപ്പോൾ ആ Fn എന്നുള്ള സീക്വൻസ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവേർ ആയിട്ട് എഫിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് എന്താണ്, മെഷറബിൾ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എപ്പോഴാണ് സീക്വൻസ് പോയിന്റ് വൈസ് കൺവേർജസ് ഓൾമോസ്റ്റ് എവരിവേർ എന്ന് പറയാം? അപ്പോൾ അതാണ് എ സീക്വൻസ് Fn കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവേർ ഓൺ എ എന്ന് പറയണമെങ്കിൽ എ എന്ന സെറ്റിൽ Fn കൺവേർജസ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവേർ ടു എഫ് എന്ന് പറയണമെങ്കിൽ provided it converges to f point wise on a minus b എന്നുള്ള ഒരു ഇന്റർവെല്ലിൽ a-b എന്നുള്ള ഒരു സെറ്റിനകത്ത് ഫംഗ്ഷൻ എന്തായിരിക്കണം, പോയിന്റ് വൈസ് കൺവേർജന്റ് ആവണം. അതായത് എല്ലാ എക്സിലും ഫോർ എവറി എക്സ് ബിലോങ്സ് ടു a-b അകത്ത് ഏത് എക്സിലും ഫംഗ്ഷൻ എന്തായിരിക്കണം, Fn കൺവേർജസ് ടു എഫ് ആയിരിക്കണം. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു a-b Fn കൺവേർജസ് ടു എഫ് ആയിരിക്കണം. പിന്നെ അവിടുത്തെ സെറ്റിന്റെ മെഷർ ബി എന്ന സെറ്റിന്റെ മെഷർ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ വളരെ മൈന്യൂട്ടായ ഒരു സെറ്റിൽ മാത്രം ഫംഗ്ഷൻ എന്താവണമെന്നില്ല, കൺവേർജ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ Fn converges to f for every x belongs to ഇവിടെ എക്ക് പകരം ഇ ആണ്. അപ്പോൾ ഇ മൈനസ് ഇ നോട്ട് എന്ന് എഴുതാൻ പറ്റും. ഇ മൈനസ് ഇ നോട്ടിനകത്ത് എല്ലാ എക്സിലും Fn കൺവേർജസ് ടു എഫ് ആണ്. വേർ മെഷർ ഓഫ് ഇ നോട്ട് ഇസ് ഈക്വൽ ടു 0. ഡെഫിനിഷൻ ഓഫ് കൺവേർജസ് ഓൾമോസ്റ്റ് എവരിവേർ എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം Fn കൺവേർജസ് ടു എഫ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഇ നോട്ട് എന്ന് കിട്ടും. ആൻഡ് മെഷർ ഓഫ് ഇ നോട്ട് ഇസ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ പറഞ്ഞത്. ലെറ്റ് ഇ നോട്ട് ബി ദ സബ്സെറ്റ് ഓഫ് ഇ ഫോർ വിച്ച് മെഷർ ഓഫ് ഇ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് Fn കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഇ മൈനസ് ഇ നോട്ട്. അത് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയാണ്. Fn കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവേർ ഓൺ ഇ. അപ്പോൾ ഓൾമോസ്റ്റ് എവരിവേർ വന്നത് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടത്, ഈ ഇയിൽ നിന്ന് ആരെ ഒഴിവാക്കിയത്, ഇ നോട്ട് എന്ന സെറ്റ് ഒഴിവാക്കിയത്. ഓൺ ഇ എന്ന് മാത്രമേ വിളിച്ചാൽ, അതായത് ഓൾമോസ്റ്റ് എവരിവേർ എന്നുള്ള വേർഡ് ഇല്ലെങ്കിൽ എല്ലാ എക്സിലും Fn കൺവേർജസ് ടു എഫ് ആയിരിക്കും. പക്ഷെ ഓൾമോസ്റ്റ് എവരിവേർ വന്നതുകൊണ്ട് ഇക്കകത്ത് എല്ലാ എക്സിലും Fn കൺവേർജസ് ടു എഫ് അല്ല, ബട്ട് ഇ മൈനസ് ഇ നോട്ടിലെ എല്ലാ എക്സും കൺവേർജന്റ് ആണ്. അവിടെ കുറയ്ക്കുന്ന ആ ഇ എന്ന സെറ്റിന്റെ മെഷർ 0 ആണ്. അതായത് മെഷർ 0 ആയ ഒരു സെറ്റിലൊഴികെ, വലിയൊരു സെറ്റാണ് നമുക്ക് ഇ തന്നിട്ടുള്ളത്. ഓക്കെ, വലിയൊരു സെറ്റ് ഇ തന്നിട്ടുണ്ട്. അപ്പൊ ഇ എന്ന സെറ്റിനകത്ത് മെഷർ 0 ആയ ഒരു ഇ നോട്ട് എന്നുള്ള സെറ്റ് ഒഴികെ, ഇതിലൊഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ എന്താണ്, കൺവേർജസ് ആണ്. അതായത് ഇത്രയും ഷെയ്ഡ് ചെയ്ത പോർഷനിൽ മുഴുവൻ Fn കൺവേർജസ് ടു എഫ് ആണ്. ഈ സെറ്റിന്റെ, അതായത് ഇ നോട്ട് എന്നുള്ള ഈ സെറ്റിന്റെ മെഷർ എത്രയാണ്, മെഷർ ഓഫ് ഇ നോട്ട് 0 ആണ്. അപ്പോൾ മെഷർ 0 ആയ ഒരു സെറ്റിലൊഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ കൺവേർജസ് ആണ്. അതാണ് ഓൾമോസ്റ്റ് എവരിവേറിന്റെ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് പറയാം Fn കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവേർ ഓൺ ഇ ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് എ സബ്സെറ്റ് ഇ നോട്ട് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് ഇ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് Fn കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഇ മൈനസ് ഇ നോട്ട്. അങ്ങനെയാണെങ്കിൽ സിൻസ് ഇ നോട്ട് ഇസ് മെഷർ ഓഫ് ഇ നോട്ട് 0 ആണ്, മെഷർ ഓഫ് ഇ നോട്ട് 0 ആണെങ്കിൽ നമ്മൾ പ്രൊപ്പോസിഷൻ 5 പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് മെഷറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് റെസ്ട്രിക്ഷൻ ടു ഇ മൈനസ് ഇ നോട്ട് ഈസ് മെഷറബിൾ. ഒരു വലിയ സെറ്റിൽ ഫംഗ്ഷൻ മെഷറബിൾ ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ റെസ്ട്രിക്ഷനിലേക്കും ഫംഗ്ഷൻ എന്തായിരിക്കണം, മെഷറബിൾ ആവണം. തിരിച്ച് ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ്റെ ഏത് റെസ്ട്രിക്ഷനിലും ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ ഫുൾ സെറ്റിലും ഫംഗ്ഷൻ എന്തായിരിക്കും, മെഷറബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതിൽ ഇ മൈനസ് ഇ നോട്ട് എന്നുള്ളതിന് പകരം റീപ്ലേസ് ബൈ ഇ
ഇ മൈനസ് ഇ നോട്ട് എന്നുള്ളടത്ത് നമ്മൾ എന്ത് കൊടുക്കുക, ഇ എന്ന് എഴുതുകയാണെങ്കിൽ we can say that fn converges to f. We can say that fn converges to, we can say that fn converges to f on e. That is, fn converges to f for every x belongs to e. E ക്ക് അകത്ത് എല്ലാ എക്സിലും ഫംഗ്ഷൻ കൺവേർജന്റ് ആണ് എന്ന് പറയാൻ പറ്റും. നമ്മൾ ചെയ്തത്രേ ഉള്ളൂ, എല്ലായിടത്തും കൺവേർജന്റ് അല്ല. പക്ഷെ ഇ മൈനസ് ഇ നോട്ടിന് പകരമാണ് നമ്മൾ എന്ത് പേര് കൊടുത്തത്, ഇ മൈനസ് ഇ നോട്ടിന്റെ പേര് മാറ്റിയിട്ട് എന്ത് കൊടുത്തു, ഇ എന്ന് പേര് കൊടുത്താൽ എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൺ ഇ എന്ന് പറയാം. അതായത് എക്സിനകത്ത് ഇക്കകത്ത് എല്ലാ എക്സിലും എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അതാണ് നമ്മളെ അസംഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. നമുക്ക് എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് മെഷറബിൾ എന്ന് കാണിക്കണം. എഫ് എന്ന ഫംഗ്ഷൻ മെഷറബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എഫ് മെഷറബിൾ എന്ന് കാണിക്കണമെങ്കിൽ, എഫ് ഈസ് മെഷറബിൾ എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി മെഷറബിൾ എന്ന് കാണിക്കണം അല്ലേ. ഒന്നുമില്ലെങ്കിൽ എഫ് എന്ന ഫംഗ്ഷൻ മെഷറബിൾ ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആയ എക്സുകളുടെ കളക്ഷൻ മെഷറബിൾ എന്ന് കിട്ടണം. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആയ എക്സുകളുടെ കളക്ഷൻ മെഷറബിൾ എന്ന് കിട്ടണം. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയ എക്സുകളുടെ കളക്ഷൻ മെഷറബിൾ എന്ന് കിട്ടണം. അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ് മെഷറബിൾ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് മെഷറബിൾ. Therefore we have to prove that the set of all x belongs to E, f of x less than c is measurable. അപ്പോൾ ഈ സെറ്റ് മെഷറബിൾ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺസെപ്റ്റ് എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ്. എപ്പോഴാണ് ഈ സെറ്റ് മെഷറബിൾ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഫിക്സ് എ നമ്പർ സി. സി എന്ന ഒരു നമ്പർ നമ്മൾ ഫിക്സ് ചെയ്തു. ഒരു സിയുടെ കാര്യമാണ് പറയുന്നത്, ഇതേപോലെ എല്ലാ സി നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ സി എന്നത് ഒരു ഫിക്സഡ് നമ്പർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി മെഷറബിൾ എന്നാണ് കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, നമുക്ക് തന്ന കാര്യങ്ങളാണ് എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ നിന്നുള്ള കൺസെപ്റ്റ് എടുക്കാണ്, ഈ കഷ്ണം മാത്രം എടുക്കുകയാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി. എപ്പോഴാണ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി എന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ നോക്കാം, നമുക്കറിയുന്ന ഒരു കൺസെപ്റ്റാണ് എഫ് എൻ കൺവേർജസ് ടു എഫ്. ഇതെടുത്തു നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം. എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയണമെങ്കിൽ ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an integer n such that mod f m of x അല്ലെങ്കിൽ എഫ് എൻ ഓഫ് എക്സ് എന്നായിക്കോട്ടെ, എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എം ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്നിനെക്കാട്ടിലും വലിയ ഏത് എം എടുത്താലും മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമ്മൾ പറയും എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. ഇത് നമ്മുടെ ഡെഫിനിഷൻ. ഇതേ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എപ്സിലോണിന് പകരം എന്തെടുത്തു, 1/n എടുത്തു. ദിസ് ഈസ് ട്രൂ ഫോർ എവറി എപ്സിലോൺ. സോ വി ടേക്ക് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/n എടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇൻഡിജർ ഉണ്ടാവും. ആ ഇൻഡിജറിന്റെ പേര് ക്യാപിറ്റൽ കെ എന്ന് കൊടുക്കണം. സോ for epsilon equal to 1/n there exists a capital K such that ഇവിടെ m ന് പകരം നമ്മൾ j എന്ന് കൊടുക്കുകയാണ്. mod fj of x minus f of x less than epsilon മാറിയിട്ടുണ്ടാവും less than 1/n for every j greater than n, j greater than k എന്നാവും. for every j greater than എന്താ ചെയ്തുള്ളൂ, എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ സച്ച് ദാറ്റ് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എം ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എന്ന് കിട്ടും. നമ്മൾ എപ്സിലോണിന് പകരം 1/n എടുത്തു. ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി എപ്സിലോൺ. ഏത് എപ്സിലോണും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/n എടുത്താലും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഇൻറ്റിജർ ഉണ്ടാവും. ആ ഇൻറ്റിജറിന്റെ പേര് നമ്മൾ കെ എന്ന് കൊടുത്തു. സോ മോഡ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1/n ഫോർ എവറി ജെ ഗ്രേറ്റർ ദാൻ കെ. എമ്മിന് പകരം ജെ കൊടുത്തു, കാരണം ഒക്കെ സഫിക്സ് നമുക്ക് മാറ്റാം, കുഴപ്പമില്ല, കാരണം ഒക്കെ ഇൻഡെക്സുകളാണ്. സോ വി ഗെറ്റ് മോഡ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1/n എന്ന് കിട്ടി. സോ വി ഗെറ്റ് മോഡ് എഫ് ജെ ഓഫ് എക്സ്
minus f of x less than 1 by n for every j greater than k. നമ്മളിതൊന്ന് ഇൻഇക്വാളിറ്റി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1 by n ലെസ് ദാൻ എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1 by n കിട്ടും. രണ്ട് പുറത്തും എഫ് ഓഫ് എക്സ് ആഡ് ചെയ്യുക. അപ്പോൾ അതെന്തായി മാറും? വി ഗെറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് 1 by n ലെസ് ദാൻ എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് 1 by n. അപ്പോൾ നമുക്ക് എഫ് ഓഫ് നമ്മൾ എന്ത് ചെയ്യാം? ഇത് മാത്രം എടുത്തു, അവസാനത്തെ കഷ്ണം നമ്മൾ എടുത്തില്ല. എഫ് ഓഫ് എക്സ് മൈനസ് 1 by n ലെസ് ദാൻ എഫ് ജെ ഓഫ് എക്സ്. സോ വി ഗെറ്റ്, ഇപ്പോൾ കിട്ടിയതാണ് എഫ് ഓഫ് എക്സ് മൈനസ് 1 by n ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് എഫ് ജെ ഓഫ് എക്സ് കിട്ടി. ഇനി നമ്മൾ എടുക്കുകയാണ്, എപ്പോഴാണ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആവുക? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആവണമെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് 1 by n രണ്ടു പുറത്ത് ആഡ് ചെയ്യാൻ വെച്ചാൽ എന്താവും? ഇപ്പോഴത്തെ മൈനസ് 1 by n പോയിട്ട് ഇപ്പോഴത്തെ പ്ലസ് 1 by n കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആവണമെങ്കിൽ എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി ആവണ്ടേ? കാരണം എഫ് ഓഫ് എക്സിനേക്കാൾ വലുതാണ് അല്ലെ, എഫ് ഓഫ് എക്സിനേക്കാളും വലുതാണ് എഫ് ജെ ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആവണമെങ്കിൽ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എഫ് ജെ ഓഫ് എക്സ് പ്ലസ് 1 by n ലെസ് ദാൻ സി, which implies and implied by fj of x less than c minus 1 by n for every j greater than k. ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, for every j greater than c. അതാണ് നമ്മൾ പറഞ്ഞത്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആവണമെങ്കിൽ നമുക്ക് കിട്ടിയ കണ്ടീഷൻ ആണ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ഇഫ് ആൻഡ് ഓൺലി ഈഫ് എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി പ്ലസ് 1 c minus 1 by n, c minus 1 by n ആണ്, c minus 1 by n for every j greater than k. അപ്പോൾ k എന്നൊരു ഇൻറ്റിജർ എടുത്താൽ അതിനേക്കാൾ വലിയ ഏത് j എടുത്താലും എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1 by n ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതാണ് ഇവിടെ പറഞ്ഞത്. therefore f of x less than c, f of x less than c ആവണമെങ്കിൽ if and only if there are natural numbers n and k, n k എന്ന natural numbers ഉണ്ടാവും, such that fj of x less than c minus 1 by n for all j greater than or equal to k. equal to ഉണ്ടായാലും കുഴപ്പമില്ല, j greater than or equal to k. അപ്പോൾ fj of x less than c minus 1 by n ആണെങ്കിൽ f of x less than c ആയിരിക്കും. അപ്പം എന്ത് ചെയ്യാണ്? നമ്മൾ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി എന്നുള്ളത് തന്നെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? എഫ് ജെകളുടെ ഈ എഫിന് പകരം എന്ത് കൊടുക്കുകയാണ്? എഫ് ജെകളുടെ രൂപത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി നമുക്ക് എങ്ങനെ എഴുതാം? യൂണിയൻ ഓവർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ കെ കോമ എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി ഇന്റർസെക്ഷൻ ജെ ഈക്വൽ ടു കെ ടു ഇൻഫിനിറ്റി സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1 by എന്ന് എഴുതാം. കാരണം ലെസ് ദാൻ സി വരണമെങ്കിൽ സി മൈനസ് 1 സി മൈനസ് 1 by 2 സി മൈനസ് 1 by 3 അതിൻ്റെ ഇന്റർസെക്ഷൻ ആവണം. അങ്ങനെ ഏതൊക്കെ സി എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കണം. therefore ഈ സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് തന്ന കണ്ടീഷൻസ് നോക്കാം. നമ്മൾ ഈ കഷ്ണം മാത്രം എടുത്തു. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിലെന്ത് ചെയ്തു? അവസാന സെറ്റ് മാത്രം എടുത്തു. ഇതെന്താണ്? ദറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1 by n. അപ്പോൾ സി മൈനസ് 1 by n എന്നുള്ളത് റിയൽ നമ്പർ ആണ്. സി ഒരു റിയൽ നമ്പർ ആണ്, 1 by n റിയൽ നമ്പർ ആയതുകൊണ്ട് സി മൈനസ് 1 by n റിയൽ നമ്പർ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് എഫ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ്. എഫ് എൻ എല്ലാം സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ എഫ് ജെ മെഷറബിൾ ആണ്. എഫ് ജെ മെഷറബിൾ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി എന്നത് മെഷറബിൾ ആവണ്ടേ? അപ്പോൾ ഇതൊരു റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് set is measurable.
കാരണം എഫ് ജെ മെഷറബിൾ ആണെങ്കിൽ എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി എന്ന സെറ്റ് എന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സെറ്റ് മെഷറബിൾ ആണ്. അപ്പോൾ ഇത്രയും മെഷറബിൾ ആണെങ്കിൽ അതിന്റെ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ എന്തായിരിക്കണം? therefore the intersection of these sets ഇത്രയും ഭാഗം എടുത്താൽ അതും എന്തായിരിക്കണം? ഇത് മെഷറബിൾ ആണ്. അപ്പോൾ അതിന്റെ ഇന്റർസെക്ഷൻ എന്താണ്? ദിസ് ഇസ് ആൾസോ മെഷറബിൾ. അപ്പോൾ മെഷറബിളിന്റെ യൂണിയൻ അതും എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. therefore the LHS set of all x belongs to E such that f of x less than c is measurable. therefore f is measurable എന്നാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആകെ ചെയ്തത്രേ ഉള്ളൂ. ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആണെങ്കിൽ എന്ത് കണ്ടീഷൻ വരുന്നതാണ് നോക്കിയത്. അപ്പോൾ അത് നമ്മൾ എടുത്തത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് എഫ് എൻ കൺവേർജസ് ടു എഫ് ആണ്. എഫ് എൻ കൺവേർജസ് ടു എഫ് ആവണമെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an integer and such that mod f n of x minus f of x ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് കിട്ടും. ആ എപ്സിലോണിന് വരെ നമ്മൾ 1/n എടുത്തു. അപ്പോൾ ആ ഇൻഡിജർ നമ്മൾ ക്യാപിറ്റൽ കെ എന്ന് പേര് കൊടുത്തു. സോ ഫോർ മോഡ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1/n ഫോർ എവറി ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് ഇട്ട് ഈക്വൽ ടു ഇട്ടാം. ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്യുക? ആ കണ്ടീഷൻ മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ബ്രാക്കറ്റ് ഒഴിവാക്കുക. അപ്പോൾ -1/n ലെസ് ദാൻ എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1/n എന്ന് കിട്ടും. നമ്മൾ എഫ് ഓഫ് എക്സ് എല്ലായിടത്തും ആഡ് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് 1/n മൈനസ് ഈസ് ലെസ് ദാൻ എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് 1/n എന്ന് കിട്ടി. റൈറ്റ് സൈഡ് നമുക്ക് ആവശ്യമില്ല, ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്തു. രണ്ട് പുറത്തും 1/n ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എഫ് ജെ ഓഫ് എക്സ് പ്ലസ് 1/n എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആവണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഇത് ലെസ് ദാൻ സി ആവണമെങ്കിൽ ഇതും ലെസ് ദാൻ സി ആവണം. ഓക്കെ, അപ്പോൾ അത് എഴുതി. അവിടെ 1/n അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്ത് കിട്ടി? ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആവണമെങ്കിൽ എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1/n ആവണം. അതാണ് കിട്ടിയത്. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ഇഫ് ആൻഡ് ഓൺലി ഈസ് എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1/n ഫോർ എവറി ജെ ഗ്രേറ്റർ ദാൻ കെ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്നും ജെക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ജെ മെഷറബിൾ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1/n എന്നുള്ളത് മെഷറബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇന്റർസെക്ഷൻ എടുത്താൽ അതും മെഷറബിൾ ആണ്. therefore we can say that set of all x belongs to E എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി നമുക്ക് യൂണിയൻ ഓഫ് ദീസ് ഇന്റർസെക്ഷൻ എഴുതാം. ഇവിടെ നമുക്ക് ഉള്ളിൽ സെറ്റ് മെഷറബിൾ ആണ്, അതിൻ്റെ ഇന്റർസെക്ഷൻ മെഷറബിൾ ആണ്. therefore there the union is also measurable. therefore LHS measurable. hence f is measurable എന്ന് കിട്ടും. താങ്ക് യു. ഇനി ഇവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൂടി പഠിക്കാൻ പോവാണ്. ലെറ്റ് എ ബി എനി സെറ്റ്. എ എന്നത് ഏതെങ്കിലും ഒരു സെറ്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഫംഗ്ഷന്റെ പേര് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എ. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എ എന്നാണ്. അത് കൈ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ കൈ എ. If the function on R defined by chi a of x is equal to 1 if x belongs to E. Chi a of x is equal to 0 if x does not belongs to A. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ മറ്റൊരു പേരാണ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ. ഇത് മെമ്പർഷിപ്പ് എന്ന് പറയും. മെമ്പർഷിപ്പ്. അപ്പോൾ ഒരു സെറ്റിനകത്ത് എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1, ഇല്ലെങ്കിൽ 0. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്ലാസ്സിൽ പ്രസൻറ്റും ആബ്സെൻറ്റും മാർക്ക് ചെയ്യണ പോലെ. അപ്പോൾ പ്രസൻറ്റ് എടുക്കുന്നത് നമ്മൾ എന്താണ്? ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എക്ക് പകരം ക്യാപിറ്റൽ എൻ ആണ് വരുന്നത്. ലെറ്റ് ക്യാപിറ്റൽ എൻ ആണ് എ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂയാണ് കൈ എൻ ഓഫ് 0.1. അപ്പോൾ കൈ എൻ ഓഫ് 0.1 എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം എന്തുകൊണ്ടാ? 0.1 എന്നത് നാച്ചുറൽ നമ്പർ അല്ല. ബട്ട് chi n of 2 chi n of 2 is 1 because 2 is a natural number. അപ്പോൾ ആ സെറ്റിനകത്ത് എലമെന്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 വരും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ 0 വരും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആകെ 2 വാല്യൂസേ ഉള്ളൂ, ഒന്ന് 0യും ഒന്ന് 1ഉം. സെറ്റിനകത്ത് എലമെന്റ് ആണെങ്കിൽ 1, സെറ്റിനകത്ത് എലമെന്റ് അല്ലെങ്കിൽ 0. താങ്ക് യു.